ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജോഫെയർ മലയാളം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർവീസിൽ ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ പരീക്ഷ 2024 അപേക്ഷ ക്ഷണിച്ചു. സ്ത്രീകൾക്കും അവസരം. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 18 വരെയാണ്. നിലവിൽ 968 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒഴിവുകൾ എങ്ങോട്ടൊക്കെയാണെന്ന് നോക്കാം. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BRO, അതുപോലെ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് CPWD, സെൻട്രൽ വാട്ടർ കമ്മീഷൻ, ഫറാക്ക ബറാജ് പ്രോജക്റ്റ്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് MES, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ NTRO, ബ്രഹ്മപുത്ര ബോർഡർ മിനിസ്ട്രി ഓഫ് ജൽശക്തി, സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ, DGQL നേവൽ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്നിവയിലേക്കാണ് ഒഴിവ്. ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയാണ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ ഒഴിവുകളിലേക്ക് പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി. അപ്പോൾ തസ്തിക യോഗ്യത പ്രായപരിധി നമുക്ക് നോക്കാം. ജൂനിയർ എഞ്ചിനീയർ സിവിൽ BRO, നമുക്ക് ഒഴിവിലോട്ടുള്ള സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്. BRO സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ത്രിവത്സര ഡിപ്ലോമയോ, സിവിൽ എഞ്ചിനീയറിംഗിൽ ജോലികൾ 2 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 പറയുന്നത്. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ, ഒഴിവുകളുടെ BROയിലോട്ടാണ്. ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 3 വർഷത്തെ ഡിപ്ലോമയും ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രായം പറയുന്നത് 30 വയസ്സാണ്. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയറിംഗ് സിവിൽ CDPW, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, പ്രായം 32 വയസ്സ്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ CPWD, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, വയസ്സ് പറയുന്നത് 32 വയസ്സാണ്. അതായത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ സെൻട്രൽ വാട്ടർ കമ്മീഷനിലോട്ടാണ്. സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം ഡിപ്ലോമ, പ്രായം പറയുന്നത് 30 വയസ്സാണ്. അത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ബ്രഹ്മപുത്ര ബോർഡ് മിനിസ്ട്രി ഓഫ് ജലശക്തിയിലോട്ടാണ് നിയമനം. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, പ്രായപരിധി 30 വയസ്സ്. ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിക്കൽ ഫറാക്ക് ബറാജ് പ്രോജക്റ്റിലോട്ടാണ് നിയമനം. സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, പ്രായപരിധി 30 വയസ്സ്. ജൂനിയർ എഞ്ചിനീയർ സിവിൽ MES, സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ 3 വർഷ ഡിപ്ലോമയോ, സിവിൽ എഞ്ചിനീയറിംഗ് ജോലികളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായം പറയുന്നത് 30 വയസ്സാണ്. അടുത്ത ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ MESയിലോട്ടാണ്. ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 വർഷത്തെ ഡിപ്ലോമ, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജോലികളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 വയസ്സാണ്. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ NTRO, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആണ് പറയുന്നത്. പ്രായപരിധി 30 വയസ്സാണ്. അതായത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിക്കൽ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിലോട്ടാണ് ഒഴിവ്. സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, പ്രായപരിധി 30 വയസ്സ്. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ DGQL നേവൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലോട്ടാണ് ഒഴിവ്. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷ ഡിപ്ലോമയും ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജോലി 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 പറയുന്നത്. അപ്പം ഉയർന്ന പ്രായപരിധിയിൽ ഈ പറഞ്ഞ വേക്കൻസി ഇട്ടല്ല. ഉയർന്ന പ്രായപരിധി SC ST വിവരക്കാർക്ക് 5, OBCക്കാർക്ക് 3 വർഷത്തും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. മറ്റിളവുകളൊക്കെ ചട്ടപ്രകാരമാണ്. അപ്പോൾ സാലറി പറയുന്നത് 35,400 മുതൽ 1,12,400 രൂപയാണ്. അപ്പോൾ ഫീസ് 100 രൂപയാണ്. അതുപോലെ വനിതകൾക്കും SC ST വിഭാഗങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ഇളവ് ഉണ്ടായിരിക്കും. അവർക്ക് ഫീസില്ല ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന്. ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളൊക്കെ പറഞ്ഞാൽ 2 പേപ്പറുള്ള എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയായിരിക്കും. പിന്നെ കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ പറഞ്ഞത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് എന്നിവയാണ്. അപ്പോൾ വിശദമായ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ താല്പര്യമുള്ളവർ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ളവർ അതുപോലെ താല്പര്യമുള്ളവർക്കും അപേക്ഷിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.